റെസിപ്പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ദം ബിരിയാണിയാണ്, ഒറിജിനൽ ദം ബിരിയാണി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വ്യത്യസ്തമായ വീഡിയോസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യമേ ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ ഒരു 100 ഗ്രാമും പിന്നെ ഒരു കഷ്നട്ട് 50 ഗ്രാമുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പിന്നെ തക്കോലം ഒരു 2-3-4 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ 2 വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറുവേപ്പില, പിന്നെ ഒരു ബിരിയാണി ലീഫ് 2 ചെറിയതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ടൊന്ന് പൊടിക്കണം. ഇതൊരു പോപ്പി സീഡാണ്. ഇതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അതിനോടൊപ്പം ഒന്ന് ചേർത്ത് വറുത്ത് പൊടിക്കേണ്ടതാണ്. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് കുറച്ചായിട്ട് സവോള ഇട്ട് കൊടുക്കാവുള്ളൂ. ഒത്തിരി ഇടരുത്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടിപ്പിടിച്ച് ഭയങ്കര ലോഡായി പോവും. കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ സവോളയൊന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവോള ആദ്യത്തെ സെക്ഷനൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവ ആയുള്ളൂ. കൂടുതലായാൽ ഇത് കരിഞ്ഞു പോവും. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി നമ്മുടെ സ്പൈസസ് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ആ പോപ്പി സീഡും പിന്നെ വറ്റൽമുളകും നമ്മളത് പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പോപ്പി സീഡും പിന്നെ വറ്റൽമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറക്കാം. ഇനി നമുക്ക് കഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. നമ്മൾ ഈ ചിക്കൻ കറിക്ക് പച്ച മസാലയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളകും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം സവോളയൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സവോള എണ്ണത്തോട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട. നമുക്ക് ഒരുവിധം ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച പച്ചമസാല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴട്ടാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഉള്ളിയും മുളകും എല്ലാം ഈ ചിക്കനകത്തോട്ട് നന്നായിട്ട് പിടിക്കണം. എല്ലാ പീസസിലും അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
നമ്മളിനി പൊടിച്ച് വെച്ച ബിരിയാണി മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ബാക്കി വെച്ചേക്കണം, കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ നമുക്ക് ഈ മസാല ആവശ്യമാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് ബാക്കി വെച്ചേക്കണം, ദം ചെയ്യുമ്പോൾ ഇതും ആവശ്യമാണ്. ഇനി പുതിന ഇല ഇതും കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ച് വേണം ഇട്ടാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഇതും കുറച്ചേ ചേർത്ത് കൊടുക്കാവുള്ളൂ, നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ചിക്കൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്, അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. ഞാനിവിടെ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു 9 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് അളവ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരി ഞാൻ ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ അരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേകം രുചിയാണ് അരിക്ക്. നമുക്ക് ഇനിയിപ്പോൾ ചട്ടി ചൂടായി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കറുവാപ്പട്ട ഒരു 3-4 എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പൂ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു 1-2 മിനിറ്റത്തേന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ല അടിക്ക് പിടിക്കും. അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം, തിളച്ച് നിൽക്കുന്ന വെള്ളമായിരിക്കണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് മൊത്തമായിട്ട് നന്നായിട്ട് വെള്ളം വറ്റണം, അതാണ് നമുക്ക് ഇതിൻ്റെ കണക്ക്. ഒരു 10 മിനിറ്റ് മതി. നമുക്കിനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനും റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ദം ചെയ്യാൻ അച്ചാച്ചനെയാണ് ആ ഡ്യൂട്ടി ഒന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 10 മിനിറ്റാണ് ദം ചെയ്യേണ്ടത്. ആ ദം ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അച്ചാച്ചൻ കാണിച്ചു തരും. ഇപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഒരു ലെയർ റൈസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിലേക്ക് അല്പം കളർ ആഡ് ചെയ്യുകയാണ്. കളറും പൈനാപ്പിൾ എസൻസും പിന്നെ പാലും കൂടി മിക്സ് ചെയ്തൊരു മിശ്രിതമാണിത്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ബിരിയാണിയുടെ മസാലപ്പൊടി തയ്യാറാക്കിയാണ്, അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 6 kg നെയ്യാണെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള റൈസും ബാക്കിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് അടിയിൽ ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ പാത്രം വയ്ക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മളിത് ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ താണ്ട നല്ല ദമ്മൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണിത്. എനിക്ക് ഇത് തുറന്നപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. നല്ല രുചിയാണ്. നമ്മൾ ആ ചിക്കനും അതിൻ്റെ നെയ്യും പിന്നെ നമ്മൾ ഈ വറുത്ത് കോരിയിട്ട കിസ്മിസും മുന്തിരിങ്ങയും ഇതെല്ലാം കൂടെ ഇളക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ചിക്കനകത്തൊക്കെ ആ മസാലകളൊക്കെ പൊതിഞ്ഞിരിക്കുന്നത് കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല രുചിയുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമുക്ക് പിന്നെയും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ബൈ ബൈ.